എന്റെ മാതാപിതാക്കൾ നമ്മെ ഒന്നിച്ച് ജീവിക്കാൻ അനുവദിക്കുകയില്ലെന്ന് തീർച്ചയാണ്. അങ്ങയുടെ വിഷാദം കാണുമ്പോൾ എനിക്കും അതിയായ ദുഃഖമുണ്ട്. ഞാൻ ഒരു ഉപായം പറയാം. അങ്ങയുടെ ആഗ്രഹ നിവൃത്തി വരുത്തുവാൻ ഞാൻ സന്നദ്ധയായിരിക്കുന്നു. ആരെങ്കിലും എന്നെ വിവാഹം കഴിക്കട്ടെ. പക്ഷെ ഞാൻ അങ്ങയുടെ ആഗ്രഹമായിരിക്കും ആദ്യം സാധിച്ചു തരിക. ഇതു സത്യം. ക്ഷമയോടെ അങ്ങ് കാത്തിരിക്കുക. ദിവാകരൻ മോഹവലയത്തിൽ കുടുങ്ങി നാളുകൾ നീക്കി. വളരെ താമസിയാതെ തവമണിയുടെ വിവാഹം ആഘോഷപൂർവ്വം നടന്നു. ആദ്യ രാത്രി ഭർത്താവും ഒന്നിച്ച് പ്രേമലീലകളിൽ മുഴുകിക്കഴിയേണ്ട ദിവസം. പക്ഷേ തവമണി ഏറെ ദുഃഖിതയാണ്. ദിവാകരനോട് ചെയ്ത ശപഥം അവളെ വല്ലാതെ വേട്ടയാടിക്കൊണ്ടിരുന്നു. ഭർത്താവിനെ വഞ്ചിക്കുന്നത് മഹാപാപം, സത്യലംഘനം വരുത്തുന്നത് അതിനേക്കാൾ നിന്ദ്യം. എന്തു വേണമെന്നറിയാതെ അവൾ കുഴങ്ങി. നവവധുവിനെ ഏതോ ദുഃഖം പിടികൂടിയിരിക്കുമെന്ന് സൂക്ഷ്മബുദ്ധിയായ ഭർത്താവിന് മനസ്സിലായി. അയാൾ തുറന്ന മനസ്സോടെ അവളോട് ചോദിച്ചു, പ്രിയേ, നീ ഏറെ ദുഃഖിതയായിരിക്കുന്നു എന്ന് തോന്നുന്നു. ആനന്ദകരമായ ഈ ദിവസം ഇങ്ങനെ പാഴാക്കി കളയണോ? ഉള്ളിലുള്ളത് എന്തായാലും തുറന്നു പറയുക, നമുക്ക് പരിഹാരമുണ്ടാക്കാം. തവമണി മറുപടി പറഞ്ഞു.